ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് കേരള പാഠാവലിയിലെ മൂന്നാമത്തെ പാഠഭാഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ പാഠഭാഗത്തില് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് എന്ത് ചെയ്യാണ്, ഒന്ന് അവസാനിക്കുകയാണ്. ആദ്യത്തെ യൂണിറ്റ് അവസാനിച്ചതിന് ശേഷം ഏറ്റവും അവസാനത്തെ പാഠഭാഗത്തില് എന്തോ കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ആ പാഠത്തിന്റെ പേര് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്നതാണ്. മാതൃഭാഷ എന്ന് പറയുന്ന നമ്മുടെ മാതൃഭാഷ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒഴുകുന്ന ജീവനുള്ള ഒരു നദിയാണ് എന്ന് പറയുകയാണ്. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. അപ്പോ ഇതാരാണ് ഇപ്രകാരം ഒരു അഭിപ്രായം വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശ് രാജ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ചിലപ്പോ പേര് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലായില്ല എങ്കിലും അദ്ദേഹം ഒരു ചലച്ചിത്ര അഭിനേതാവാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ചലച്ചിത്ര അഭിനേതാവും അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു എഴുത്തുകാരനും കൂടിയാണെന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. അദ്ദേഹം തന്റെ മാതൃഭാഷയായ കന്നഡയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഉപന്യാസമാണ്, ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ലേഖനം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തർജ്ജമ ചെയ്ത ആ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിന്റെ പേര് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. മാതൃഭാഷയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഓടി വരുന്നുണ്ടാകും. ഇന്ന് നമ്മുടെ മാതൃഭാഷയ്ക്ക് എന്ത് പ്രാധാന്യമാണ് സമൂഹത്തിൽ ഉള്ളത്? പണ്ട് ലഭിച്ചിരുന്ന അതേ പ്രാധാന്യം ഇന്ന് ലഭിക്കുന്നുണ്ടോ? ഇനി നാളെ എങ്ങനെയായിരിക്കും? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പാഠഭാഗത്തില്, ഈ ഒരു ലേഖനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് പാഠം തുടങ്ങുന്നത്. തന്റെ മകള് ഒരു പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് തന്റെ മകളോടൊപ്പം താനും പച്ചക്കറി കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള വൃദ്ധയോടായിട്ട് മകള് ചോദിക്കുന്നത്, പച്ചക്കറിയുടെ പേരുകളെല്ലാം ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ആ വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ആ വൃദ്ധയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് എന്ന ഭാഷ ആ വൃദ്ധയ്ക്ക് കൃത്യമായി അറിയാത്തത് കൊണ്ട് ഈ പേരുകളൊന്നും പരിചയമില്ല. അപ്പോ അവിടെ അയാൾ ആകെ പതറിപ്പോവുകയാണ്. സ്വന്തം മകള് എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടത് എന്നറിയുന്നില്ലല്ലോ. ഇങ്ങനെയാണോ അവൾ ശരിക്കും പെരുമാറേണ്ടിയിരുന്നത്? അറിവും വിവരവും എന്ന് പറയുന്ന രണ്ട് കാര്യത്തെ കുറിച്ച് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുകയാണ്. അറിവ് ആ മകൾക്ക് ഉണ്ടായിരുന്നു, പക്ഷെ വിവരം ഉണ്ടായിരുന്നില്ല അല്ലെ. എവിടെ, ഏത് സാഹചര്യത്തിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് വിവരം. അപ്പൊ അറിവുള്ളവർക്കൊക്കെ വിവരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരം ഉണ്ടാവുകയില്ല അല്ലെ. കുറെ അറിവ് നേടിയത് കൊണ്ട് ഒരാൾ എല്ലാം തികഞ്ഞവനാവുന്നില്ല. അതെവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതനുസരിച്ചാണ് നമ്മുടെ വിവരം നിലനിൽക്കുന്നത്. അപ്പൊ അത്തരത്തില് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ട് മാതൃഭാഷയ്ക്ക് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്തില് മൊത്തത്തില് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു പാഠഭാഗം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്നതിനും നമ്മൾ ഇന്നൊരു ഉത്തരം കണ്ടെത്തുകയാണ്. നോക്കാം. ഈ പാഠഭാഗത്തിൽ ആദ്യമേ വരുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. നോക്കാം. മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നതിനാൽ ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം? കണ്ടെത്തി അവതരിപ്പിക്കുക എന്നതാണ് ചോദ്യം. നമ്മള് ഒരാളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലെ. നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരോട് എങ്ങനെ സംസാരിക്കാം, സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ഭാഷയിൽ നമ്മൾ വ്യത്യാസം കൊണ്ടുവരികയാണ്. നമ്മൾ കുറെ മറ്റു ഭാഷകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മാതൃഭാഷയേക്കാൾ ഉപരിയായി നമ്മുടെ 3 ഭാഷാ നയങ്ങളുണ്ട് നമുക്ക് അല്ലെ. അതില് മാതൃഭാഷ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കുമ്പോൾ രണ്ടാം ഭാഷയായി ഇംഗ്ലീഷും 3-ാം ഭാഷയായി ഹിന്ദിയും നമ്മൾ പഠിക്കുകയാണ്. ഈ പഠിച്ച സാധനങ്ങളെ എവിടെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അല്ലെ. നമ്മളെക്കാൾ വിവരം കുറഞ്ഞവരുടെ അടുത്ത് ചെന്നിട്ട്, ആ ഭാഷ അറിയാത്തവരുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഷ വാദോരാതി സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവിടെ നമ്മൾ അറിവില്ലാത്തവരായി മാറുകയാണ്. പിന്നെ എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് അല്ലെ? അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ സാഹചര്യങ്ങളെ വേണ്ടതുപോലെ അറിഞ്ഞുകൊണ്ട് അവിടെ അത് ഉപയോഗിക്കുമ്പോഴാണ് അറിവും വിവരവും ഉള്ളവരായി നമ്മൾ മാറുന്നത്. അപ്പൊ അത്തരത്തില് തന്റെ മകള് പച്ചക്കറി കടയിൽ ചെന്നിട്ട് ആ വൃദ്ധയോട്, വയസ്സായ ഒരു വൃദ്ധയോട് ചെന്ന് പറയുകയാണ് ഇത്തരത്തില്,
ഇംഗ്ലീഷ് ഭാഷയിൽ പൊട്ടറ്റോ എന്നും അല്ലെ ചില്ലി എന്നൊക്കെ പറയുമ്പോൾ ആ വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോൾ അപ്പോഴാണ് തന്റെ മകൾ എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറുന്നത്, മാതൃഭാഷയ്ക്ക് അവൾ കൊടുക്കുന്ന പ്രാധാന്യം എന്താണ് എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നത്. നോക്കാം, ലേഖകൻ മകളോടൊത്ത് പച്ചക്കറി കടയിൽ പോയപ്പോഴുള്ള അനുഭവം ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. അഭ്യസ്ത വിദ്യരല്ലാത്തവർ കച്ചവടക്കാരുടെയും മുൻപിൽ പച്ചക്കറി കടയുടെ ഇംഗ്ലീഷ് പേര് പറഞ്ഞ് കേട്ടപ്പോൾ ലേഖകന് ദേഷ്യം വന്നു. മകളെ മാതൃഭാഷ പഠിപ്പിക്കാതെ ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിപ്പിക്കാൻ താല്പര്യമെടുത്തത് അവളുടെ അമ്മയാണ്. ഭാവിയിൽ മകൾക്ക് പ്രയോജനമുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അമ്മ അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്. അമ്മയുടെ വിചാരം മാതൃഭാഷ എടുക്കാതെ ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെയാണ് കൂടുതലായിട്ട് പഠിപ്പിച്ചത്, ഹിന്ദിയും ഒക്കെയാണ് പഠിപ്പിച്ചത്. കാരണം ഭാവിയിൽ അതെന്തായാലും ഉപകാരപ്പെടും. എന്തായാലും മറ്റു ഭാഷകൾ പഠിക്കുമ്പോൾ നമുക്കത് ഭാവിയിൽ ഉപകാരപ്പെടും. പക്ഷേ അതെങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, അല്ലെ? അപ്പൊ അത്തരത്തില് അറിവ് പകരുന്നതോടൊപ്പം മകൾക്ക് വിവരം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അമ്മയ്ക്ക് സാധിച്ചില്ല എന്നതാണ് ആ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, നോക്കാം. മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിന്റെ മക്കൾക്ക് റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്ന് അവര് പാടാമോ എന്നൊരു ചോദ്യം വരികയാണ്. എന്നിട്ട് അവർ പാടേണ്ടത് എങ്ങോട്ടു പോകുന്നു മേഘമേ നീ നിൽക്കുക, ഞങ്ങൾക്ക് നാലിറ്റു വെള്ളം പകരുക എന്നല്ലേ? ലേഖകന്റെ ഈ ചോദ്യത്തിൽ നിങ്ങളിൽ ഉയർത്തുന്ന ചിന്തകൾ എന്തെല്ലാമാണ്? യുക്തിപൂർവമായി സമർത്ഥിക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളും ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറിയ കുട്ടികൾ, അല്ലെ, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ പാടിപ്പോന്നിരുന്ന ഒരു പാട്ടാണ് റെയിൻ റെയിൻ ഗോയവേ എന്ന് പറയുന്ന പാട്ട്, അല്ലെ? നമ്മുടെ നാടിനെ സംബന്ധിച്ച് മഴ കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ മഴയും വെയിലായിരിക്കുമ്പോൾ അത്രമേൽ വെയിലുമുള്ള ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലമായി കഴിയുമ്പോൾ നമ്മുടെ പാടശേഖരങ്ങളും കുളങ്ങളും ജലാശയങ്ങൾ മൊത്തത്തില് വറ്റി വരണ്ടു പോവുകയാണ്. അങ്ങനെ ആ വറ്റി വരണ്ടിരിക്കുന്ന സാഹചര്യത്തിലും നമ്മൾ പാടുന്ന പാട്ട് ഇങ്ങനെയാണ്, റെയിൻ റെയിൻ ഗോയവേ. ആ മഴയോട് എങ്ങനെയെങ്കിലും പൊക്കോളാനാണ് പറയുന്നത്. നമ്മുടെ ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ട് കിടക്കുമ്പോൾ ഉള്ള മഴയോടുകൂടി പോവാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂ? ഇല്ല, അല്ലെ? നമ്മുടെ സാഹിത്യകൃതികളും നമ്മുടെ ചിന്തകളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ സംസാര രീതിയും ഒക്കെ നമ്മുടെ ഭാഷയുമായി ചുറ്റപ്പെട്ട് കിടക്കുകയാണ്, നമ്മുടെ സമൂഹവുമായി ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ നമ്മൾ പറയുന്നത്. പല ചൊല്ലുകളും നമ്മൾ പറയുന്നുണ്ട്. മലയാളത്തിൽ പല ചൊല്ലുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചുറ്റുപാടും പല സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം, അല്ലെ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഇത് നമ്മള് കല്ലിന്റെ മേലെ മുല്ലപ്പൂ കിടക്കുമ്പോ പറയുന്ന കാര്യമല്ല. ഇത് ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ആരുടെയെങ്കിലും സ്വഭാവം മറ്റൊരാൾക്ക്, അല്ലെ, കൂടെ നടക്കുന്ന ആരുടെയെങ്കിലും സ്വഭാവം മറ്റൊരാൾക്ക് കിട്ടിയാൽ നമുക്കിത് പറയാം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അത് നല്ല സ്വഭാവമായിക്കോട്ടെ ചീത്ത സ്വഭാവമായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ. ഈ മുല്ലപ്പൂ എന്ന് പറയുന്ന സാധനം നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ചൊല്ല് വന്നത്, അല്ലെ? അതുപോലെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ എന്ന് പറയും. പട്ടി ചന്തയ്ക്ക് പോയാൽ പട്ടി സാധനങ്ങളുമായിട്ടൊന്നും വരാൻ പോകുന്നില്ല, വെറുതെ അത് പോകുന്നു, അതേപോലെ തിരിച്ചു പോരുന്നു. ഈ ചന്ത എന്ന് പറയുന്ന സാധനം നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ചൊല്ല് വന്നത്, അല്ലെ? ഈ പട്ടി എന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ച്, ആ ഒരു ജീവിയെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ചൊല്ല് ഇവിടെ ഉണ്ടായത്. അപ്പൊ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചൊല്ലുകളും ജീവിത രീതികളും ഒക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഏതൊരു പ്രദേശത്തും അങ്ങനെ ആയിരിക്കണം എന്ന് പറയുകയാണ്. നമ്മുടെ നാട്ടിൽ പാടേണ്ട പാട്ട് ഇങ്ങനെയാണ്, എങ്ങോട്ടു പോകുന്നു മേഘമേ നീ നിൽക്കുക, ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം തരുക, അല്ലെ? നമുക്ക് ജലക്ഷാമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തരാൻ വേണ്ടിയിട്ടുള്ള പാട്ടുകളാണ് പാടേണ്ടത്. ആദ്യകാലത്തൊക്കെ നമ്മൾ മഴയെ കുറിച്ച് പഠിച്ചിരുന്നു, അല്ലെ? മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് പല കൃതികൾ മഴയെ കുറിച്ച് പഠിച്ചിരുന്നു. മഴയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ വളരെയധികം ആസ്വദിച്ച് താല്പര്യത്തോടു കൂടി നനഞ്ഞു കുളിച്ചുകൊണ്ടൊക്കെയാണ് അത് പഠിച്ചിരുന്നത്. പക്ഷേ പ്രളയത്തിന് ശേഷം നമ്മൾ മഴയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു
പേടിയാണ്. അപ്പോ അതുവരെ നമ്മൾ പഠിച്ചിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഴയെ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാലത്തിനനുസരിച്ച് മാറുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ വ്യത്യസ്തമായിട്ട് വേണം കാണാൻ. അപ്പൊ നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധനത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമുക്കറിയാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള സാധനങ്ങളെ ആയിരിക്കും. അതാണ് നമ്മുടെ പാട്ടിലും സംസാരത്തിലും ഭക്ഷണ രീതിയിലും ഒക്കെ വരാം. നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന സാധനങ്ങളായിരിക്കുമല്ലോ നമ്മൾ കഴിക്കുക. ആ കഴിക്കുന്ന സാധനങ്ങള് നമ്മുടെ ചുറ്റുപാടും അത്രയധികം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ദിനചര്യയിൽ നിത്യവുമുള്ള ഭക്ഷണത്തിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അരി ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ചുറ്റുപാടും അതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുഖ്യ ഭക്ഷണ വിഭവമാക്കിയിട്ട് നമ്മൾ അരിയെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അത്തരത്തില് നമ്മുടെ ചുറ്റുപാടുള്ള വസ്തുക്കൾക്കും ജീവിത രീതികളൊക്കെ ഈ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിരിക്കും എന്നതാണ് അടുത്ത ചോദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്: എന്റെ മാതൃഭാഷ കന്നഡയാണ്, അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എന്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായും സരളമായും ഞാനത് പഠിച്ചു. എഴുത്തുകാരന്റെ ഒരു അഭിപ്രായമാണ്. നമ്മൾ മാതൃഭാഷ പഠിക്കുന്നത് മുട്ടുകാലിൽ ഇഴയുന്നത് പോലെയാണ്. ചെറുപ്പത്തിൽ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഒരു കുട്ടിയെ ഒരിക്കലും നമുക്ക് കമന്ന് കിടക്കാൻ വേണ്ടിയിട്ടോ മലന്ന് കിടക്കാൻ വേണ്ടിയിട്ടോ അല്ലെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് ആ ഒരു കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ അത് തനിയെ ഓരോ കാര്യങ്ങൾ പഠിക്കും. മുട്ടുകാലിൽ ഇഴയാൻ വേണ്ടി പഠിക്കും. അത് കഴിഞ്ഞ് പിച്ച വെക്കാൻ അത് തനിയെ പഠിച്ചു പോരുന്നതാണ് അല്ലെ. അപ്പൊ അതുപോലെ നമ്മൾ നമ്മുടെ മാതൃഭാഷയും പഠിക്കും. നമ്മൾ ഒരിക്കലും മാതൃഭാഷയുടെ അല്ലെ കർത്താവ് കർമ്മം ക്രിയ എന്ന് പറയുന്ന ഒരു ഓർഡർ ഉണ്ട്. ഇത് നമ്മൾ എഴുതി പഠിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. കാരണം നമ്മൾ അത് കേട്ട് കേട്ട് വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഷ പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ആ ഭാഷ കേൾക്കുക എന്നുള്ളതാണ്. സ്ഥിരം നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ആ ഭാഷയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ഭാഷ നമ്മൾ പഠിച്ചു പോരുകയാണ്. അങ്ങനെയാണ് നമുക്കത് പറയാനും കേൾക്കാനും എഴുതാനും കൃത്യമായി കിട്ടുക. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ആ ഭാഷ സംസാരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം, ഹിന്ദി നന്നായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ പോയി ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ല മാർഗം. കാരണം സാഹചര്യം മൊത്തം ഹിന്ദിയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ഹിന്ദി പഠിച്ചു പോരും. അങ്ങനെ നമുക്കൊരു ഭാഷ കൃത്യമായി പഠിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ലേഖകൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ലേഖകന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരിക്കുക എന്നതാണ് ചോദ്യം അല്ലെ. നമ്മുടെ ഭാഷ നന്നായി നമുക്കറിയാമെങ്കിൽ മറ്റു ഭാഷകൾ പഠിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഭാഷ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഏത് ഭാഷകളും നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ഭാഷയുമായി ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു വസ്തുവിന്റെ ഇംഗ്ലീഷ് ഫാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫാനിന്റെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ നമ്മൾ അത് മലയാളത്തിൽ അതിനെക്കുറിച്ച് അതൊരു കറങ്ങുന്ന യന്ത്രമാണ് എന്ന് മനസ്സിലാക്കി, അത് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കി, അങ്ങനെ ഒരു ഇമേജ് അല്ലെ അതിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോ മറ്റൊരു ഭാഷ പഠിക്കുമ്പോൾ ആ ഒരു ഇമേജ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരുന്നത് നമ്മുടെ മാതൃഭാഷയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടാ. അതാണ് ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ്: അധിനിവേശ സംവിധാനം എന്താണ് നിങ്ങളെ പോലെയുള്ള കെനിയയിലെ കുട്ടികൾക്ക് ചെയ്യുന്നത്? ഒരു വശത്ത് ഞങ്ങളുടെ ഭാഷകളുടെയും അവരുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആംഗലേയത്വത്തെയും അതിന്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യാഘാതം എന്താണ് അല്ലെ? ഗൂഗി വാ തിയോഗോയുടെ ഒരു അഭിപ്രായമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഷ നമ്മളെ അടിച്ചമർത്തും എന്ന് പറയുകയാണ്. ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതലായി നമ്മളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചത് ഭാഷ കൊണ്ടാണ്. സാധാരണയായി നമ്മൾ ഒരു നാട്ടിലേക്ക് പോവുകയാണെന്ന് കരുതുക. നമ്മൾ ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോവുകയാണ്, മറ്റൊരു ഭാഷ സംസാരിക്കുന്ന നാട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഭാഷ നമ്മൾ പഠിക്കുകയാണോ നമ്മുടെ ഭാഷ അവരെ പഠിപ്പിക്കുകയാണോ നമ്മൾ ചെയ്യാം? നമ്മുടെ സാഹചര്യം മൊത്തം മറ്റൊരു ഭാഷയിലായതുകൊണ്ട് അല്ലെ, നമ്മൾ വേറൊരു നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഞാൻ മലയാളിയാണ്, നിങ്ങളെല്ലാവരും മലയാളം സംസാരിച്ചോളണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. ആ ഭാഷ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുക. പക്ഷെ ബ്രിട്ടീഷുകാർ നേരെ വിപരീതമായിരുന്നു. അവര് ചെയ്തത്
അവരവിടെ നിന്ന് വന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് അവരുടെ ഭാഷ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അവരുടെ ഭാഷ നമ്മളെ പഠിപ്പിച്ച് നമ്മളെ അവര് കോളനികളാക്കി വെക്കുകയാണ് ചെയ്തത്. നമ്മളെ അവര് അടിമകളാക്കി വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഭാഷ എന്ന് പറയുന്ന സാധനം ഒരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ അത്രയധികം സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. മറ്റൊരു സമൂഹത്തിന് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഭാഷയാണ്. അങ്ങനെ ഇംഗ്ലീഷുകാർ നമ്മുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചത് അവരുടെ ഭാഷ കൊണ്ടാണ്. അവരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്ക് തന്നു, അവരുടെ സ്കൂളുകൾ തന്നു, അവരുടേതായ പല തരത്തിലുള്ള വസ്തുക്കൾ നമുക്ക് കൊണ്ടു തന്നു. അതിനൊക്കെ പേരിട്ട് വസ്ത്രധാരണം, നമ്മുടേത് ആങ്കറിങ്, അല്ലെ, ഇതൊക്കെ പുറത്തുനിന്ന് ബ്രിട്ടീഷുകാർ നമുക്ക് കൊണ്ടു തന്ന സാധനമാണ്. അതുകൊണ്ടാണല്ലോ നിസ്സഹകരണ സമരത്തില് ഗാന്ധിജി വിദേശീയ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവരെ എതിർക്കാനുള്ള ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ സമരായുധം എന്ന് പറയുന്നത് അവര് തന്ന സാധനങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഭാഷയാണ് നമ്മുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് അടുത്തൊരു ചോദ്യത്തിലൂടെ പറയുന്നത്. ഇനി അടുത്ത മറ്റൊരു ചോദ്യത്തിലേക്ക് വരുമ്പോ നമുക്ക് നോക്കാം. 2 വരികൾ കൊടുത്തിരിക്കുകയാണ്. കമ്പനിയുടെ അതിഥിയായി പോയി, കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു. ഒരൊറ്റ വ്യത്യാസം, പോയി, പോയിരുന്നു. ഈ 2 വാക്കുകൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. രണ്ടാമത്തെ വാക്യത്തിൽ ഇരുന്നു എന്ന ക്രിയാപദം ചേർത്തപ്പോഴുണ്ടായ അർത്ഥവ്യത്യാസം എന്താണ്? പോയി ഇരുന്നു, അല്ലെ? ഇരുന്നു എന്ന വാക്ക് അവിടെ ചേർക്കുമ്പോൾ എന്തെങ്കിലും അർത്ഥവ്യത്യാസം ഉണ്ടോ എന്നതാണ് ചോദ്യം. നോക്കാം. ഇത്തരത്തിൽ ക്രിയകൾ ചേരുന്ന പദങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തി അവ വാക്യത്തിൽ ഉണ്ടാക്കുന്ന സവിശേഷമായ അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യുക എന്നാണ് ചോദ്യം. നോക്കാം അതിന്റെ ഉത്തരം എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഭാവിയെ കുറിച്ചുള്ള ഭയത്തിന്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. പ്രകാശ് രാജിന്റെ ഒരു അഭിപ്രായം കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതൊരു മറ്റൊരു ചോദ്യമാണ്. അപ്പൊ ഇത് ചോദ്യം മാത്രം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഉത്തരം നമ്മളോടായി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അതെന്ന് നമുക്ക് നോക്കാം. അതിഥിയായി പോയി, പോയി, അല്ലെ? നീ ഇന്ന് എവിടെ പോയി? ഞാൻ ഇന്ന് സ്കൂളിൽ പോയി. അപ്പൊ ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? ക്രിയാപദം അവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പോയി എന്ന ക്രിയാപദം അവിടെ ചേർത്തിരിക്കുകയാണ്. അപ്പൊ ഇന്ന് പോയി, പോയിരുന്നു എന്ന് പറയുമ്പോ ഞാൻ ഇന്നലെയോ മിനിയാന്നോ അതിനു മുൻപുള്ള ഏത് ദിവസമോ അവിടെ പോയിരുന്നു. അപ്പൊ ഇത് നമ്മൾ മലയാളത്തിൽ പറയാറുള്ള ഒരു ഗ്രാമർ, അല്ലെ? മലയാളത്തിൽ പറയാറുള്ളത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്: ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. 3 കാലങ്ങൾ നമുക്കുണ്ട്, അല്ലെ? അതിൽ പോയി എന്ന് പറയുമ്പോൾ അത് വർത്തമാനകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത്, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, ഇന്ന് രാവിലെ ഉച്ചയ്ക്കും ഒക്കെ ആയിരിക്കാം അത് നടന്നിട്ടുണ്ടാവും. പോയിരുന്നു എന്ന് പറയുമ്പോൾ അത് ഭൂതകാലത്തെയാണ്, അല്ലെ? മുമ്പ് എപ്പോഴോ പോയിരുന്നു. അപ്പൊ ഇനി ഒരു വരിയും കൂടി നമുക്ക് എഴുതാം. കമ്പനിയുടെ അതിഥിയായി പോവും എന്ന് നമുക്ക് പറയാം. പോവും എന്ന് പറയുന്നത് ഭാവി കാലമാണ്, ഇനി വരാൻ പോകുന്ന കാലമാണ്, അല്ലെ? അപ്പൊ ആ ഒരു കാര്യം കൂടി ആലോചിച്ച് വെക്കുക. അങ്ങനെയാണ് ആ ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: വർത്തമാനകാല സമൂഹത്തിന്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഇതാണ് ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 6 മാർക്കിന് മാതൃഭാഷയെ കുറിച്ച് ഒരു ഉപന്യാസമോ അതല്ലെങ്കിൽ ഒരു പ്രഭാഷണമാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ പോകുന്നത്. അപ്പോ മാതൃഭാഷയെ കുറിച്ച് കുറച്ചധികം പോയിന്റുകൾ നമ്മൾ പഠിച്ചു വെക്കണം, അല്ലെ? മാതൃഭാഷ പെറ്റമ്മയെ പോലെയാണ്. വള്ളത്തോളിന്റെ ആ വരി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. വള്ളത്തോള് തന്റെ കൃതിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ബാക്കിയുള്ള ഭാഷകളൊക്കെ നമുക്ക് പോറ്റമ്മമാരാണ്, അല്ലെ? ഒരു മനുഷ്യന്, മർത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് പെറ്റമ്മ എന്ന് പറയുന്നത് അവന്റെ മാതൃഭാഷ തന്നെയാണ്. അപ്പൊ ഒരു പോയിന്റ് നമുക്ക് കിട്ടുകയാണ്. പ്രഭാഷണമോ ഉപന്യാസമോ മറ്റെന്തോ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ആണ് മാതൃഭാഷ എന്ന് പറയുന്നത് അവനവന്റെ പെറ്റമ്മയ്ക്ക് തുല്യമാണ്. നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് തുല്യമാണ് മാതൃഭാഷ. ബാക്കി ഏത് ഭാഷകളായിക്കോട്ടെ ആ ഭാഷകളൊക്കെ നമ്മുടെ പോറ്റമ്മമാരാണ്, വളർത്തമ്മമാരാണ്. അതുപോലെ തന്നെ നെൽസൺ മണ്ടേല പറഞ്ഞ മറ്റൊരു അഭിപ്രായമുണ്ട്. നെൽസൺ മണ്ടേലയുടെ അഭിപ്രായത്തിൽ നെൽസൺ മണ്ടേല പറയുകയാണ്: നമ്മള് മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ അത് അവരുടെ തലച്ചോറിൽ കിടക്കുന്നു. നമ്മൾ മറ്റൊരാളുടെ
മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് അവരുടെ തലച്ചോറിൽ കിടക്കുന്നു. പക്ഷേ അവർക്ക് അവരുടെ മാതൃഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് ഹൃദയത്തിൽ കിടക്കും. തലച്ചോറിൽ കിടക്കുന്നതാണോ ഹൃദയത്തിൽ കിടക്കുന്നതാണോ നല്ലത്? അല്ലെ, ഹൃദയം കൊണ്ട് തൊട്ടറിയുക എന്ന് പറയും അല്ലെ, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ അത്രമേൽ അടുത്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നുക, മനസ്സിലാകുക അവനവന്റെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോഴാണ്. അത് നെൽസൺ മണ്ടേലയുടെ അഭിപ്രായമാണ്. ഈ ഒരു പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റിയ മറ്റു പോയിന്റുകൾ പറയുകയാണ്. ഏതൊരു മനുഷ്യനും അവന്റെ വികാര വിചാരങ്ങൾ പ്രകടമാക്കുന്നത് ഏത് ഭാഷയിലായിരിക്കും? നമ്മൾ നമ്മുടെ സന്തോഷവും ദുഃഖവും വിഷമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രകടമാക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലായിരിക്കും അല്ലെ. നമുക്ക് വിഷമം വന്നു, നമ്മൾ കരയുകയാണ്. കരയുമ്പോൾ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ ആദ്യം ഇംഗ്ലീഷിലായിരിക്കോ അതിന്റെ മറുപടി ഉണ്ടാവാം. പെട്ടെന്ന് ഒരു സാധനം നമ്മുടെ തലയിൽ വന്ന് വീഴുകയാണ്, നമ്മുടെ മേത്ത് വന്ന് വീഴുകയാണ്. നമ്മൾ ഓ മൈ ഗോഡ് എന്നായിരിക്കും പറയാം അല്ല, എന്റെ അമ്മയെ അയ്യോ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒച്ച. അത് നമ്മുടെ മാതൃഭാഷയിലാണ്. ഏതൊക്കെ ഭാഷകൾ പഠിച്ചു കഴിഞ്ഞാലും പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മാതൃഭാഷയിലൂടെ ആയിരിക്കും നമ്മൾ പ്രകടിപ്പിക്കുക അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാതൃഭാഷ നമ്മുടെ വേര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ മാതൃഭാഷയാണ്. പക്ഷേ ആ മാതൃഭാഷയ്ക്ക് ഇന്ന് എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള പല കുട്ടികൾക്കും ഇന്ന് കൃത്യമായി മാതൃഭാഷയിൽ എഴുതാനോ വായിക്കാനോ പറ്റുന്നില്ല എങ്കിൽ അതിന് കാരണക്കാരാരാണ്? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് അല്ലെ. പ്രഭാഷണത്തിലൂടെ നമ്മൾ നമ്മൾക്ക് ചുറ്റുമിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, അതിന് കാരണക്കാരാരാണ്? അത് കേന്ദ്രീകൃതമായിട്ടുള്ള ചില വിദ്യാലയങ്ങൾ തന്നെ അതിന് കാരണക്കാരാണ്. അവര് മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ ഫൈൻ ഇടുന്ന ഒരു പരിപാടിയുണ്ട്, പിഴ ചുമത്തുകയാണ് അല്ലെ. മാതൃഭാഷയിൽ ഒഴിവ് സമയത്ത് പോലും സംസാരിക്കാൻ പാടില്ല. ഒരു കുട്ടി ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ അവന്റെ മാതൃഭാഷയിൽ അവന്റെ വിദ്യാലയത്തിൽ ഒഴിവ് സമയത്ത് പോലും സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ എങ്ങനെയാണ് അവന്റെ മാതൃഭാഷ കൃത്യമായി അവൻ പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക, അതിന്റെ മൂല്യത്തെ അറിയുക? ഇതൊന്നും നടക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് മാതൃഭാഷയെ കൃത്യമായി കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വിദ്യാലയങ്ങൾ തന്നെ വിചാരിക്കണം. ഓരോ വീടുകളിലും ഇത് നടക്കുന്നുണ്ട് അല്ലെ. പല വീടുകളിലും മാതൃഭാഷയെ മാറ്റി നിർത്തിക്കൊണ്ട് അച്ഛനും അമ്മയും ഒക്കെ മറ്റു ഭാഷകൾ പഠിക്കാൻ വേണ്ടി കുട്ടിയെ നിർബന്ധപൂർവമാക്കുകയാണ്. അപ്പോഴൊക്കെ അവന് മാതൃഭാഷ കയ്യിൽ നിന്ന് നഷ്ടമാവുകയാണ്. പ്രഭാഷണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് പ്രഭാഷണം എഴുതുക? തുടക്കത്തിലെ മാന്യ സദസ്സിന് വന്ദനം അല്ലെങ്കിൽ ബഹുമാന്യരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു അഭിസംബോധനയോട് കൂടിയിട്ടായിരിക്കണം തുടങ്ങേണ്ടത് ട്ടാ. ഇനി നോക്കാം, അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം നോക്കാം. മലയാളമാണ് എന്റെ ഭാഷ. എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എന്റെ ദാഹം ശമിപ്പിക്കുന്ന കുടിവെള്ളമാണ്, എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ മാതൃഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരുടെ ഒരു അഭിപ്രായം കൊടുത്തിരിക്കുകയാണ് അല്ലെ. ഏറ്റവും പ്രസക്തമായ ചില വാക്കുകൾ. നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവിടെ കിടന്ന് നമ്മുടെ വികാര വിചാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് എന്തിന്? സ്വപ്നം കാണുന്നതടക്കം നമ്മുടെ മാതൃഭാഷയിലായിരിക്കും. അപ്പൊ എന്റെ ഭാഷ എന്ന് പറയുന്നത് എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന എന്റെ ആകാശം അതെന്റെ മാതൃഭാഷയാണ് അല്ലെ. അങ്ങനെ അത്രയും വിശാലമായ ഒരു സ്ഥാനമാണ് ഞാൻ എന്റെ മാതൃഭാഷയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്നെ തഴുകിപ്പോകുന്ന കാറ്റടക്കം എന്റെ മാതൃഭാഷയാണ് അല്ലെ. ഇവിടുത്തെ വെള്ളത്തിന്റെ കുളിരടക്കം എന്റെ മാതൃഭാഷയാണ്. നമ്മൾ നിൽക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതുമായ ഓരോ വസ്തുക്കളും, നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ വസ്തുക്കളും കാറ്റടക്കം നമ്മുടെ മാതൃഭാഷയാണ്. അത് MTയുടെ അഭിപ്രായമാണ്. അതും നമ്മൾ ആലോചിച്ച് വെക്കുകയാണ്. അടുത്ത നമ്മുടെ പ്രകാശ് രാജിന്റെ ഒരു അഭിപ്രായം കൂടിയുണ്ട്. അതെങ്ങനെയാണ്? ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എന്റെ അമ്മ പറയുന്ന
കഥകൾ കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെ പോലെ, എന്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എന്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മാതൃഭാഷയെ കുറിച്ച് പറയാണ്. അദ്ദേഹത്തിന്റെ മാതൃഭാഷ അങ്ങനെ ഞരമ്പുകളിൽ ഒഴുകുകയാണ്. അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങൾ അല്ലെ, രാത്രി സമയങ്ങളിൽ അമ്മമാര് കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് നിലാവ് കാണിച്ചുകൊണ്ട്, അവിടുത്തെ നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ട്, കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉറക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. അതുകൂടാതെ ഭക്ഷണം കഴിക്കാനും അമ്പിളി അമ്മാവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഒക്കെ അവസാനിച്ചു പോയി. കുട്ടികൾക്ക് ചെറുപ്പത്തിലേ കിട്ടേണ്ട കഥകൾ കിട്ടുന്നില്ല. മൂല്യമുള്ള ചെറിയ ഗുണപാഠ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവരെ വളർത്തിയിരുന്നത്. പക്ഷേ ഇന്നെല്ലാം ഫോണിലാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോണാണ് അല്ലെ. അപ്പൊ ഈ ഫോൺ കിട്ടിയാലേ കുട്ടി ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാതൃഭാഷയുടെ പ്രാധാന്യം ഇന്ന് കുട്ടികൾക്ക് അറിയാതെ പോവുകയാണ്. കാരണം ഇത്തരത്തിൽ മുത്തശ്ശി കഥകളോ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്നുള്ള ചെറിയ ചെറിയ കഥകളോ ഒന്നും അവർ കേൾക്കുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള അറിവുകളും അവർക്ക് കുറവാണ്. ഇനി കുറച്ചധിക ചോദ്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. മാതൃഭാഷയുമായി ബന്ധപ്പെട്ട മറ്റധിക ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പ്രകാശ് രാജിന്റെ കൃതി കണ്ടെത്തുക. പ്രകാശ് രാജിന്റെ കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രകാശ് രാജ് ഒരു സിനിമാ അഭിനേതാവാണ് എന്ന് പറയുന്നതിലുപരി ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പൊ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന കൃതികളിൽ ഏതാണ് അദ്ദേഹത്തിൻ്റെതെന്ന് കണ്ടെത്തുകയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കാലം, സൂത്രധാരൻ, വേഷക്കാരൻ, അടുത്തത് മൗനം തേടുന്ന വാക്ക് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതി എന്നത് നോക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് സൂത്രധാരൻ, അടുത്തത് വേഷക്കാരൻ അല്ലെ. വേഷക്കാരൻ, ഈ രണ്ട് കൃതികൾ അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നോക്കാം. അടുത്തൊരു ചോദ്യം വന്നിരിക്കുകയാണ്. നാലിറ്റ് എന്ന പദം പിരിച്ചെഴുതിയിരിക്കുന്നതിൽ ശരിയായ പദജോടി ഏതാണ്? മേഘത്തിനോട് അവിടെ നിൽക്കുക, ഞങ്ങൾക്ക് 4 ലിറ്റ് വെള്ളം തരിക എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതില് ഇതുപോലെയുള്ള പദങ്ങൾ ഇങ്ങനെ ഒട്ടനവധി കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു പദം എടുത്തുകൊണ്ട് പിരിച്ചെഴുതിയിരിക്കുന്നതിൽ ശരിയായത് ഏത് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. നോക്കാം, പിരിച്ചെഴുതിയിരിക്കുന്നത് ഏതൊക്കെയാണ് നോക്കാം. നാ പ്ലസ് ലിറ്റ്, 4 ലിറ്റ് ആവോ? നോക്കാം. 4 പ്ലസ് ലിറ്റ്, 4 പ്ലസ് ഇറ്റ്, 4 പ്ലസ് ഇറ്റ്. ഇതിൽ ഏതാണ് ഉത്തരം? ഉത്തരം വരുന്നത് 4 പ്ലസ് ഇറ്റ് ആണ്. 4 ഇറ്റ് കൂട്ടി എഴുതുന്നത് സന്ധി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. അപ്പൊ അതാണ് ഉത്തരം, 4 പ്ലസ് ഇറ്റ്. ഇനി അടുത്തൊരു അധിക ചോദ്യം നോക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാം ശരിയാണ് അല്ലെ. അതിൽ ഏറ്റവും കൂടുതൽ നല്ലത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേവലം സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷയെന്ന് ചിലർ വിചാരിക്കുന്നു. കേവലം സംവദിക്കുന്നതിന്, അതായത് സംസാരിക്കുന്നതിന്, ആശയങ്ങൾ പ്രകടമാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഭാഷ എന്ന് ചിലർ വിചാരിക്കുന്നു. ഇനി അത് തന്നെയാണോ അടുത്തതിൽ നോക്കാം. സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷയെന്ന് ചിലർ വിചാരിക്കുന്നു. അപ്പൊ അവിടെ എന്തോ വ്യത്യാസം വന്നു അല്ലെ. കേവലം സംവദിക്കുന്നതിന് എന്നുള്ളതിൽ കേവലം എന്ന വാക്ക് അങ്ങോട്ട് വേണ്ടാന്ന് വെച്ച് രണ്ടാമത്തേൽ. ഇനി അടുത്തതിൽ നോക്കാം. കേവലം സംവദിക്കുന്നതാണ് ഭാഷയെന്ന് ചിലർ വിചാരിച്ചു. അതെന്തോ അർത്ഥവ്യത്യാസം വരുന്ന വിധത്തിൽ അല്ലെ. കേവലം സംവദിക്കുന്നതാണ് ഭാഷയെന്ന് ചിലർ വിചാരിച്ചു. അടുത്തൊരു നോക്കുകയാണ്. കേവലം സംവദിക്കാൻ മാത്രമുള്ളതാണ് ഭാഷയെന്ന് ചിലർ വിചാരിച്ചു. ഒറ്റ അമ്മ പെറ്റ മക്കളെ പോലെ ഉണ്ട് അല്ലെ. ഇപ്പോഴത്തെ PSC ചോദിക്കുന്ന ചോദ്യം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതില് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. നോക്കാം. കേവലം മാത്രം, ഈ 2 പദങ്ങളിൽ ഒന്ന് മതിയാകും. കേവലം മാത്രം. അപ്പൊ കേവലവും മാത്രവും ഒരുമിച്ച് വന്നിരിക്കുന്ന ഏതെങ്കിലും വരികൾ ഉണ്ടാകും നമ്മൾ നോക്കുകയാണ് കേട്ടാ. നോക്കാം. ആദ്യത്തേല് കേവലം സംവദിക്കുന്നതിന് മാത്രം അല്ലെ. കേവലം എന്ന് വെച്ച് കഴിഞ്ഞാലും മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരേ അർത്ഥമാണ്. അപ്പൊ ആ സാധനം വേണ്ട എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വരി നോക്കുകയാണ്. സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷ എന്ന് ചിലർ വിചാരിക്കുന്നു. അപ്പൊ അതിൽ കേവലവും ഇല്ല അല്ലെ. ഒരേ അർത്ഥമുള്ള 2 വാക്കില്ല. അപ്പൊ അത് ശരിയാണ്. ഇനി അടുത്തതിലേക്ക് വരികയാണ്. കേവലം സംവദിക്കുന്നതാണ് ഭാഷയെന്ന് ചിലർ വിചാരിക്കുന്നു. അതിലും എന്തില്ല? മാത്രമില്ല. കേവലം സംവദിക്കുവാൻ മാത്രമുള്ളതാണ്. അപ്പൊ അത് വേണ്ട. ബി ആണ് കൃത്യമായ ഉത്തരം അല്ലെ. ബി എന്ന് പറയുന്ന ഇതാണ് കൃത്യമായ ഉത്തരം. കേവലം അല്ലെ. നോക്കാം. സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷയെന്ന് ചിലർ വിചാരിക്കുന്നു.
അതാണ് കൃത്യമായ പോയിന്റിലേക്ക് എത്തുന്നത് കേട്ടാ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നത് കൂടിയാണ് അർത്ഥം. ലേഖകന്റെ ഈ അഭിപ്രായത്തിന്റെ യുക്തി എന്താണ്? ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ അവരുടെ സംസ്കാരം കൂടി അറിയുകയാണ്. മലയാളം പഠിക്കുമ്പോൾ മലയാളത്തിന്റെ സംസ്കാരം നമ്മൾ അറിയുകയാണ് അല്ലെ. ഇവിടെ ഇന്നിന്ന മതങ്ങളുണ്ട്, ഈ മതങ്ങളെയൊക്കെ ഒരുപോലെയാണ് ഇവർ കാണുന്നത്. ഇവിടെ ഇന്നിന്ന ആഘോഷങ്ങൾ ഉണ്ടല്ലേ, ഓണം, വിഷു, ക്രിസ്മസ്, ഇതൊക്കെ ഇവർ ആഘോഷിക്കുന്നുണ്ട്. ഓണത്തിലൂടെ കേരളത്തിന്റെ തനതായ പാരമ്പര്യത്തെ എടുത്തു കാണിക്കുകയാണ് അല്ലെ. അപ്പൊ ഓണത്തിന്റെ 10 കൂട്ടം കറികൾ കൂട്ടിയുള്ള ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുകയാണ്, അവിടുത്തെ പുലിക്കളിയെ കുറിച്ച് മനസ്സിലാക്കുകയാണ്, തിരുവാതിരയെ കുറിച്ച് മനസ്സിലാക്കുകയാണ്, പൂക്കളത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണ്, പലതരത്തിലുള്ള പൂക്കള് ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന പൂക്കളത്തെ കുറിച്ച് പഠിക്കുകയാണ്. ഇത് നമ്മുടെ സംസ്കാരമാണെന്ന് തിരിച്ചറിയുകയാണ് അല്ലെ. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവരുടെ വിശേഷപ്പെട്ട ആഘോഷങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ ഒരു ഭാഷ പഠിക്കുമ്പോൾ അവരുടെ ആഘോഷങ്ങള്, ആചാരങ്ങള്, വസ്ത്രധാരണം, ഭക്ഷണ രീതി, ഇതൊക്കെ നമ്മൾ പഠിക്കുകയാണ്. അങ്ങനെ അവരുടെ സംസ്കാരത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതാണ് ഇപ്പൊ പറഞ്ഞ ഈ ചോദ്യം. ഓക്കെ, ആ ചോദ്യം കഴിഞ്ഞു. ഇനി ലേഖകന്റെ മകൾക്ക് പച്ചക്കറിക്കടയിൽ ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടുണ്ടായത് എന്തുകൊണ്ടാണ്? ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടുണ്ടായി എന്തുകൊണ്ടാണ്? കടയിൽ സാധനങ്ങൾ കുറവായത് കൊണ്ടാണ്. ആണോ ബുദ്ധിമുട്ടുണ്ടായത്? അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സാധനങ്ങൾ കുറവായത് കൊണ്ടാണോ അവളിങ്ങനെ അനങ്ങാതെ നിന്നത്? അല്ല അല്ലെ. കടയിലെ വൃദ്ധയ്ക്ക് കാഴ്ച കുറവായത് കൊണ്ടാണ്. മകൾക്ക് അവളുടെ മാതൃഭാഷയായ തമിഴ് അറിയാത്തത് കൊണ്ടാണ്. അവളുടെ മാതൃഭാഷ തമിഴാണ്. കാരണം എന്താണ്? അവളുടെ അമ്മയുടെ മാതൃഭാഷയും തമിഴാണ് അല്ലെ. ഇനി അടുത്തത്, മകൾ ഇംഗ്ലീഷിൽ സംസാരിച്ചത് കൊണ്ട് വൃദ്ധയ്ക്ക് മനസ്സിലായില്ല. ഒറ്റയടിക്ക് നമുക്കറിയാം മകൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു, അതുകൊണ്ട് വൃദ്ധയ്ക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ തമ്മിലുള്ള ആശയവിനിമയം നടക്കാതിരുന്നത്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ച ആയുധം എന്തായിരുന്നു? അത് അവരുടെ ഭാഷയായിരുന്നു അല്ലെ. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേലെ അവരുപയോഗിച്ച ഏറ്റവും വലിയ ആയുധം തോക്കോ മറ്റ് ആയുധങ്ങളൊന്നുമല്ല, അത് അവരുടെ ഭാഷയായിരുന്നു. ഭാഷ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് അവർ നമ്മളിൽ ആധിപത്യം സ്ഥാപിച്ചു. നോക്കാം, തോക്കുകളല്ല, സൈന്യമല്ല, നിയമമല്ല, അവരുടെ ഭാഷയാണ് അല്ലെ. അപ്പൊ അവരുടെ ഭാഷയാണ് അതിനുള്ള ഉത്തരം. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. എന്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചു, അതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഇതെങ്ങനെയാണ് അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക? നോക്കാം. എന്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് അല്ലെ. പഠിച്ചു എന്ന അവിടുത്തെ ഫുൾ സ്റ്റോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അങ്ങനെയാണ് ഇതിനെ ഒന്നാക്കുക അല്ലെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെയും പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൂടുതലായി കിട്ടുന്ന കുറച്ച് ആശയങ്ങളാണ്. അപ്പൊ ഈ ആശയങ്ങളൊക്കെ തലയ്ക്കുള്ളിൽ വെക്കുക. ഈ പാഠഭാഗത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ആ പാഠഭാഗത്തിൽ മാതൃഭാഷയെ കുറിച്ചുള്ള ചോദ്യം തന്നെയാണ്. 6 മാർക്കിനുള്ള സാധ്യതയാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ മറ്റെഴുത്തുകാർ പറഞ്ഞു വെച്ചിരിക്കുന്ന അഭിപ്രായം മാതൃഭാഷ എന്തെന്നും കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നോക്കിയാൽ ഈ ഒരു പാഠഭാഗം ഏകദേശം നന്നായി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.